സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ ചുറ്റുവിളക്ക് തുടരുന്നു. അധ്യായം 6. വിഷ്ണുപ്രിയയെ രാത്രിയിൽ തന്നെ പോലീസ് കൊണ്ടുപോയി. പിറ്റേന്നാൾ ഉച്ചയ്ക്ക് ഷമീറിനെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. പഴയതിലും അവശനായി കഴിഞ്ഞിരുന്ന അവന് ശബ്ദിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൂട്ടുകാരോ അയൽവക്കക്കാർ പോലുമോ അവൻ്റെ കുടിലിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. മതം അവനെയും ഉമ്മയെയും വിലക്കി കഴിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ വിവരമറിഞ്ഞ് അവൻ തലയ്ക്ക് കൈതാങ്ങി ഉമ്മറപ്പടിയിൽ തളർന്നിരുന്നു. ശബ്ദിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ചിന്തിക്കാനും. ഫാക്ടറി കെട്ടിടങ്ങൾക്കരികിൽ കൈബോംബുമായി ചുറ്റി നടന്നുവെന്നതായിരുന്നു അവൻ്റെ പേരിലുണ്ടായിരുന്ന ചാർജ്. വിധ്വംസക പ്രവർത്തനങ്ങളിൽ അവൻ്റെ വലം കൈയായിരുന്ന വിഷ്ണുപ്രിയ ആ രാത്രി തന്നെ ഫാക്ടറിയുടെ പേഴ്സണൽ മാനേജറെ കൊലപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ അവനും അവൾക്കുമെതിരെ ജനത്തിന് ഊഹിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടുന്ന വകയായി. ഷമീറിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് നക്സലിസത്തിൻ്റെ ഛായ നൽകാനും ചിലർ ശ്രമിച്ചു. അതോടെ അവരുടെ കുടുംബങ്ങളോട് ബന്ധപ്പെടാൻ സാധാരണ ജനം ഭയന്നു മടിച്ചു. ദേവ ബോർഡിങ്ങിൽ നിന്ന് വാസുദേവനെ കൂട്ടിക്കൊണ്ടുപോയി. ഇല്ലത്തെ ഏകാന്തത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. വിഷ്ണുവിൻ്റെ വിവരമറിഞ്ഞ മഹാലക്ഷ്മിയോ ഭർത്താവോ ഒരിക്കൽ പോലും ഇല്ലത്തേക്ക് വന്നില്ല. ദേവയെ അത് വല്ലാതെ ഉലച്ചു. മഹാലക്ഷ്മിക്ക് കഷ്ടപ്പാടാണെന്ന് കേട്ടിരുന്നു. ഏത് രീതിയിലും അവരെ സഹായിക്കാൻ സന്നദ്ധയായിരുന്നു. അവളും ഭർത്താവും കുട്ടികളും ഇല്ലത്ത് വന്ന് നിൽക്കുകയായിരുന്നുവെങ്കിൽ അതൊരു ഭാഗ്യമായിരിക്കുമെന്ന് ദേവ എഴുതി. മറുപടി ഉണ്ടായില്ല. ഒരു കൊലപാതകിയുടെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ഭാവിക്കാൻ അവർ അറയ്ക്കുന്നുണ്ടാവും. ശരീരത്തിന് വൈകല്യം സംഭവിച്ചതിനാൽ ശങ്കരൻ നമ്പൂതിരിയുടെ മനസ്സ് വിശാലമായിരിക്കുമെന്ന് കരുതി. ആദ്യകാലത്തെ പ്രകടനവും അങ്ങനെയായിരുന്നല്ലോ. കാൽക്കാശ് സ്ത്രീധനം വാങ്ങാതിരുന്ന മനുഷ്യനെ ദൈവമായാണ് ആരാധിച്ചത്. എന്നിട്ട് ആളിനുണ്ടായ മാറ്റം, ദാരിദ്ര്യവും കഷ്ടപ്പാടും അപമാനവും മനുഷ്യനെ പിശാചാക്കി മാറ്റുമോ? തുളസി മാത്രം വന്നു. പേടിപ്പെടുത്തുന്ന ശാന്തതയായിരുന്നു. ഒരു പകലില്ലത്ത് കഴിച്ചുകൂട്ടി. പോകാൻ നേരം ചോദിച്ചു, എന്താണ് ഏട്ടത്തി ഈ ഇല്ലത്തിന് സംഭവിച്ചത്? എന്നും ദുഷ്പേരുകളും ദൗർഭാഗ്യങ്ങളും മാത്രം. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തേത് ഏട്ടത്തിയുടെ ഒളിച്ചോട്ടമാണ്. ദേവ അപരാധിനിയായി മുഖം താഴ്ത്തി. പിന്നെ അച്ഛൻ്റെ തിരുവാഭരണ മോഷണം, ഉണ്ണിയേട്ടത്തിയുടെ ആത്മഹത്യ, ഇപ്പോൾ വിഷ്ണുവേട്ടത്തി ഒരു കൊലപാതകിയായിരിക്കുന്നു. എല്ലാ പത്രങ്ങളിലും വാർത്തയും ഫോട്ടോഗ്രാഫും. എനിക്ക് എട്ടുകെട്ടിലേക്ക് വരാൻ ഭയമാകുന്നു. അവൾ പോയി. പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു. തുളസിക്ക് വീണ്ടും 1ാം റാങ്ക്. പത്രങ്ങളിൽ വീണ്ടും ശ്രീപുകഴത്തില്ലത്തിൻ്റെ പേര്, തുളസിയുടെ ചിത്രങ്ങളും. ഏട്ടത്തിമാരും അച്ഛനും ഉണ്ടാക്കിയ ദുഷ്പേര് മായ്ച്ചു കളയാൻ അവതരിച്ച പെൺകുട്ടി. ദേവയ്ക്കെന്നും അവളെപ്പറ്റി അഭിമാനമായിരുന്നു. അവളുടെ ഏട്ടത്തിയാണെന്ന് ഭാവിക്കാൻ ലജ്ജ. തങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട് അവളുടെ സൽപ്പേര് കളങ്കപ്പെട്ടുകൂടാ. വിഷ്ണുവിനെക്കുറിച്ച് പത്രവാർത്തകളിൽ നിന്നല്ലാതെ യാതൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അവളെ ജാമ്യത്തിൽ ഇറക്കണമെന്നും വക്കീലിനെ ഏർപ്പെടുത്തി കേസിനെ നേരിടണമെന്നുമുണ്ട്. അതിനായി എത്ര പണം ചെലവിടാനും തയ്യാറുമായിരുന്നു. പക്ഷേ നിയമവശങ്ങളെക്കുറിച്ചോ വിജയസാധ്യതകളെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. ആരിൽ നിന്നൊരു സഹായം സ്വീകരിക്കും? ആകെയുള്ള ബന്ധുവായ ശങ്കരൻ നമ്പൂതിരി ഇല്ലത്തേക്ക് കടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് അയാളെ തേടിപ്പോകാനും ദേവിക്ക് താല്പര്യം തോന്നിയില്ല. തേടി ചെന്നാലും തണുത്ത പ്രതികരണമാവും ഉണ്ടാവുകയെന്ന് തീർച്ചയുണ്ടായിരുന്നു. അവസാനം നാട്ടിലെ ദിവ്യനായ തെയ്യുണ്ണിപ്പിള്ളയെ തന്നെ ആശ്രയിക്കാൻ അവൾ തീരുമാനിച്ചു. കുംഭകുലുക്കി അയാൾ ചിരിച്ചു. എന്തിനാ കുഞ്ഞാത്തോലെ വെറുതെ കാശ് കളയണത്? ജാമ്യത്തിലെടുത്തിട്ടും കേസ് പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. ഗവൺമെൻറ്റാണ് വാദി. ആ കുട്ടി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സകല തെളിവുകളും അവൾക്കെതിരും. ശിക്ഷ അനുഭവിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള മാർഗം. അനുഭവിക്കട്ടെ എന്ന്. അഭിമാനം വേണമെങ്കിൽ ശ്രീപുകഴത്തില്ലത്തേതാണെന്നും പറഞ്ഞ് എങ്ങും പോവാതിരിക്കുക ഉത്തമം. ഇനിയുമുണ്ടല്ലോ ഒരു പെൺകുട്ടി, പഠിക്കാൻ കേമിയാന്ന് കേട്ടു. അതിനെയെങ്കിലും മര്യാദയ്ക്ക് വളർത്ത്. അതിനായി പണം കളഞ്ഞാലും വേണ്ടില്ല. അച്ഛൻ്റെ നീതിസാരം കേട്ടുകൊണ്ടാണ് മകൻ ജയന്തൻ വന്നത്. വിഷ്ണുപ്രിയയ്ക്ക് സഹായം ആവശ്യപ്പെട്ടാണോ വന്നിരിക്കുന്നത്? അയാൾ ദേവിയോട് ചോദിച്ചു. എങ്കിൽ ഇവിടുന്ന് ഒരു ചെറുവിരലിൻ്റെ സപ്പോർട്ട് പോലും കിട്ടില്ല. ആരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ കഴിയുന്നത്ര അവരെ നിരുത്സാഹപ്പെടുത്താനേ ഞാൻ നോക്കൂ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അവൾ അർഹിച്ചത് അവൾക്ക് കിട്ടിയത്. ജയന്തനെ പറ്റി വിഷ്ണു പറയുമായിരുന്നതും ദേവയെ ഓർത്തു. പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ പിന്നാലെ നടക്കുന്നവനാ ജയന്തൻ. അയാൾക്ക് ആവശ്യം എൻ്റെ ശരീരമാണ്. ജയന്തൻ്റെ രോഷം അയാളെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്. ദേവ തിരിച്ചു പോന്നു. പിന്നീട് ആരുടെ സഹായം തേടാനും പോയില്ല. ആക്ഷേപം കേൾക്കാൻ വയ്യ. നേരെ പോയി ഒരു വക്കീലിനെ കണ്ടു. പക്ഷേ വിഷ്ണുവിന് ജാമ്യം ലഭിച്ചില്ല. അതോടെ ദേവിയുടെ സകല ആശയം നശിച്ചു. ഇനിയെല്ലാം വിധി. തൂക്കിലേറ്റപ്പെടാനാണ് അവളുടെ നിയോഗമെങ്കിലാവട്ടെ. ദേവ വിഷ്ണുവെന്ന ദുഃഖത്തെ മറന്ന വാസുദേവനിൽ മനസ്സിനെ തളച്ചു. ഒരൊഴിവുദിനം വാസുദേവനുണ്ടായിരുന്നതിനാൽ ദേവ സന്തോഷവതിയായിരുന്നു. വിഷുക്കാലമാണ്. മുറ്റത്ത് പടർന്നു നിൽക്കുന്ന കണിക്കൊന്ന ഇറുകെ പൂത്തിരിക്കുന്നു. ദേവ തോട്ടിക്കോലുകൾ കൊണ്ട് കൊന്നപ്പൂക്കൾ പൊട്ടിച്ചെടുക്കുകയായിരുന്നു.
വാസുദേവൻ ഓടി നടന്ന പൂക്കൾ പെറുക്കിയെടുത്ത് പൂപ്പായിൽ ശേഖരിക്കുകയും. അപ്പോഴാണ് പടിപ്പുരവാതിലിൽ ഒരാളെത്തിയത്. ഖദർ ജുബ്ബയും ധോത്തിയും കറുത്ത ഫ്രെയിമുള്ള കണ്ണട, പിന്നിലേക്ക് ഒതുക്കി ചീവി വെച്ച ചുരുളൻ മുടി, ഇരുനിറത്തിൽ സ്ത്രീത്വമുള്ള മുഖം. ആരെന്നറിയാതെ ആദ്യം ദേവിയൊന്ന് പകച്ചു. അടുത്ത നിമിഷം അവൾ ആളെ തിരിച്ചറിഞ്ഞു. തോട്ടിക്കോൽ താഴെയിട്ടു. പുടവയുടെ മടിയുയർത്തി മാറിടം മറച്ചു. വാസുദേവൻ അപ്പോഴും പൂവ് ശേഖരിക്കുകയാണ്. ആഗതൻ പടിപ്പുര കടന്ന് മുറ്റത്തെത്തി. എന്തേ ഇതുവഴി? നേർത്ത വിഷാദസ്മിതവുമായി ദേവ ആരാഞ്ഞു. എന്തോ ഈ വഴി മറന്നില്ല ദേവേ. കണ്ണടയ്ക്കപ്പുറം തിളങ്ങുന്ന വലിയ കണ്ണുകളിൽ നനവ്. മോനെ, ദേവ വാസുവിനെ വിളിച്ചു. സ്റ്റൂൾ എടുത്ത് ഉമ്മറത്തിട്. വാസുദേവൻ ഓടി അകത്തുപോയി സ്റ്റൂളുമായി വന്നു. ദേവ പുടവയുടെ കോന്തര കൊണ്ട് സ്റ്റൂൾ തുടച്ച് ഉമ്മറത്തിട്ടു. ദേവദാസ് ഇരിക്കൂ. അവൾ അകത്തുപോയി തോർത്തുമുണ്ടെടുത്ത് മാറിലിട്ട് മടങ്ങി വന്നു. അപ്പോഴേക്കും ദേവദാസ് സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദേവ ചോദിച്ചു. വെറും ഒരു നാട്ടുമ്പുറത്തുകാരി ആതിഥേയയുടെ കുശലം. തികച്ചും ഒരന്യനോടെന്ന പോലെ ഔപചാരികമായി. ദേവദാസിനെ അത് അതിശയിപ്പിച്ചു, വേദനിപ്പിച്ചു. അത് മനസ്സിലായപ്പോൾ ദേവ തിരുത്തി. എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായി ചോദിച്ചതാണ്. അവളുടെ സ്വര ഇടറി. ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം അറിഞ്ഞു കാണുമല്ലോ. അറിയാം, ഒന്നും പറയണ്ട, അയാൾ വിലക്കി. വാസുവിൻ്റെ അച്ഛൻ. ദേവ തോർത്തൻ തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. അറിഞ്ഞുടൻ വന്ന് കാണണമെന്ന് തോന്നി. ആശ്വാസത്തിന് പകരം അത് ദുഃഖമാണോ പകരുക എന്ന ശങ്ക കൊണ്ട് വരാൻ മടിച്ചു. അതിനിടയ്ക്ക് പലതും അറിഞ്ഞു. ദുരന്തങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കായി ദൈവം സൂക്ഷിച്ചിരുന്നത്. സാരമില്ല ദേവേ, അല്പം വൈകിയാലും ഒരു നല്ല നാളെ ഉണ്ടാവും. നാളെയെക്കുറിച്ച് എനിക്കൊരു സ്വപ്നവുമില്ല. ഇനിയൊരു ദുരന്തം കൂടി താങ്ങാൻ ശക്തിയില്ല. അതിനു മുൻപ് ജന്മം തീരാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിലെ ജന്മം അവസാനിപ്പിക്കാൻ കൊതിച്ചു തുടങ്ങിയോ? ഇതിനകം ഞാൻ അനുഭവിച്ച കുറേയൊക്കെ ദേവനും അറിയാമല്ലോ. കുറേയല്ല, എല്ലാം അറിയാം. ആശ്വസിപ്പിക്കണമെന്നുണ്ട്, രക്ഷിക്കണമെന്നുണ്ട്. സത്യം, ഇപ്പോഴും ആ ആഗ്രഹമുണ്ട്. ദേവ ഒരു ഞെട്ടലോടെ അയാളെ നോക്കി. എന്തേ ദേവനീ പറയുന്നത്? സത്യം. വിഡ്ഢിത്തം. ഞാൻ എന്നും ഒരു വിഡ്ഢിയാണല്ലോ. എന്നത്തെയും കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞതൊരു വിഡ്ഢിത്തമാണ്. എങ്കിൽ അതങ്ങ് ഉറച്ചു പറയാം. നോക്കൂ ദേവേ, ദേവിക്ക് സമ്മതമാണോ? ഒന്ന് മൂളിയാൽ മതി. ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകാം. ദേവദാസിന് മറ്റൊരു പെൺകുട്ടിയെ കിട്ടില്ലേ? ഭൂമിയിൽ പെൺകുട്ടികൾക്ക് ഇത്ര ക്ഷാമമോ? എനിക്കും ഈ സംശയമുണ്ട്. 29 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇനിയും ഒരു പെൺകുട്ടിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പെൺകുട്ടിയല്ല, വിധവയാണ്. കന്യകയായ വിധവ അല്ല. പെട്ടെന്ന് അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു. വാസുവേ. വാസുദേവൻ ഓടി വന്നു. ദേവ അവനെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ആ മുടിയിൽ വിരൽ ഓടിച്ചു. ഞാൻ കന്യകയല്ല, ഭാര്യയായി, അമ്മയായി, ഇപ്പോൾ വിധവയുമായി. ഇവൻ എൻ്റെ മകനാണ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇവന് വേണ്ടിയാണ്. ഇവനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. അത്രയും പറഞ്ഞപ്പോൾ അവളുടെ കൺമിഴി നിറഞ്ഞു. മോൻ പൊയ്ക്കൊള്ളൂ. അവനെ മെല്ലെ തള്ളി അകത്തേക്ക് വിട്ടു. കണ്ണീർ തുടച്ച് പുഞ്ചിരി അണിഞ്ഞ് നിവർന്നു നിന്നു. എൻ്റെ വാസുദേവനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ല ദേവദാസ്. അവൻ എൻ്റെ ജീവൻ്റെ ഭാഗമായി. ഇനി എന്നെ വിളിക്കണ്ട. ദേവദാസ് കുനിഞ്ഞ ശിരസോടെ സ്റ്റൂളിലിരുന്നു. അയാളുടെ കണ്ണുകൾ വെൺപ്രാക്കളെ പോലെ തോന്നിച്ച അവളുടെ ഭംഗിയുള്ള പാദങ്ങളിലായിരുന്നു. ഞാൻ ഒരല്പം ചായ ഉണ്ടാക്കാം, അതുവരെ ഇരിക്കുമെങ്കിൽ. അവൾ അകത്തേക്ക് പോവാൻ ഭാവിച്ചു. വേണ്ട. ദേവദാസ് എഴുന്നേറ്റു. ഞാൻ പോവാണ്. ഇനിയും വരുമോ? വരും. അപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കണം. ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ ഭാവത്തിൽ താക്കീതായി അവൾ പറഞ്ഞു. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ദേവിക്ക് ദേവിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളില്ലേ? അതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് കരുത്. വേഗം തിരിഞ്ഞ് മുറ്റത്തിറങ്ങി നടന്നു പടിപ്പുര കടന്നു. ഒരിക്കൽ പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. ദേവിയിൽ നിന്നൊരു നെടുവീർപ്പ് പുറത്തു ചാടി. അപ്പോഴും വാസുദേവൻ ഒന്നും അറിയാതെ മുറ്റത്ത് ഓടിക്കളിക്കുകയാണ്. വിഷുപ്പിറ്റേന്ന് ദേവ വാസുദേവനെയും കൂട്ടി മഹാലക്ഷ്മിയുടെ ഇല്ലത്ത് ചെന്നു. കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കണം. താൻ അല്ലാതെ മറ്റാരുണ്ടിനി അവർക്ക്? ദാരിദ്ര്യത്തിൻ്റെ ആവാസമായി ഇല്ലം. വേനൽക്കരിച്ച മുറ്റത്തെ തുളസിത്തറയിൽ ഉണങ്ങിക്കരിഞ്ഞ ഒരു കൃഷ്ണ തുളസി ചുവട്, പൊളിഞ്ഞടർന്ന ഇല്ലച്ചുമരികൾ, ഓണക്കാലത്ത് അരിമാവ് കൊണ്ട് അലങ്കരിച്ചതിൻ്റെ അവശിഷ്ടങ്ങളുള്ള കേടുവന്ന അറവാതിലിന് മുന്നിൽ നെന്മണികൾ അടർന്ന ശുഷ്കിച്ച കതിർക്കുലച്ചെണ്ട്. ശങ്കരൻ നമ്പൂതിരിയുടെ അമ്മ പ്രാഞ്ചി ഉമ്മറത്തെത്തി. പട്ടിണി കൊണ്ട് എല്ലിൻതോടായി പോയ ബ്രാഹ്മണ വൃദ്ധ. എങ്കിലും ആ കണ്ണുകളിൽ പോയ കാലത്തിൻ്റെ ഐശ്വര്യവും സ്നേഹവും കതിർന്നിട്ടുന്നു. ആരേ? അവർ ചോദിച്ചു. ഞാനാണ്. ശ്രീകോഴത്തെ ദേവസേന. വൃദ്ധ ഉടൻ കിണറ്റുകരയിലേക്ക് കൈ ചൂണ്ടി. കിണറ്റുകരയിൽ ഇരുന്ന് പാത്രം തേക്കുകയായിരുന്നു മഹാലക്ഷ്മി. കുറഞ്ഞ നാളുകൾ കൊണ്ട് അവളൊരു മധ്യവയസ്കയുടെ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. അവൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? 18ഓ 19ഓ? ദേവ ഓർത്തു. ഇറിയത്ത് ഒരു കുട്ടി പിച്ചവെച്ച് നടക്കുന്നു. ഉണ്ണിയാണവൻ. മറ്റൊന്ന് പായയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നു. പാവൻ ലക്ഷ്മി. അവളിപ്പോഴും നിറഗർഭിണിയാണ്. കുനിഞ്ഞു നിന്ന് പാത്രം തേക്കാൻ അവൾക്ക് പ്രയാസമുണ്ട്. വർഷത്തിൻ്റെ ഇടവേള പോലുമില്ലാതെ പ്രസവിച്ച് കൂട്ടുകയാണ്.
തൻ്റെ മനസ്സിലുള്ളത് അസൂയയാണോ? ദേവ ചിന്തിച്ചു. സഹതപിച്ചാൽ, ഉപദേശിച്ചാൽ ഒരുപക്ഷെ ലക്ഷ്മി അങ്ങനെ തന്നെ ചോദിച്ചേക്കും. വലിയ പണക്കാരൻ്റെ ഭാര്യയും വിധവയും ആയല്ലോ ഏട്ടത്തി. ഒരു കുഞ്ഞിനെയെങ്കിലും ഈ വയറ്റിലിട്ട് പോറ്റാൻ കഴിഞ്ഞില്ലല്ലോ. വയറ്റിലിട്ട് പോറ്റിയില്ലെങ്കിൽ എന്ത്, താനുമൊരു കുഞ്ഞിനെ വളർത്തുന്നുണ്ടല്ലോ. താനുമൊരു അമ്മയാണ്, മഹാലക്ഷ്മിയേക്കാൾ ഉത്തരവാദിത്വബോധമുള്ള അമ്മ. ഏട്ടത്തിയാണോ? പാത്രം കഴുകുന്നതിനിടയിൽ ഉമ്മറത്തേക്ക് എത്തി നോക്കി ലക്ഷ്മി ചോദിച്ചു. ദേവ പുഞ്ചിരിച്ചു. ലക്ഷ്മി ധൃതിയിൽ നിലവിളക്കും കിണ്ടിയും കഴുകി കിണറ്റുകല്ലിൽ കമിഴ്ത്തി. ഉന്തിയ വയറുമായി അവൾ ബന്ധപ്പെട്ട് ഓടി വന്നു. എന്നാലും എൻ്റെ ദേവേട്ടത്തി ഈ വഴി മറന്നില്ലല്ലോ. ലക്ഷ്മിയുടെ കണ്ണിൽ പരിഭവമാണ്. ആരാ വഴി മറന്നത്? നീയോ? ഞാനോ? അവിടെ എന്തെല്ലാം ഞാൻ ഏകിയായി പോയില്ലേ? അപരാധിനിയായി ലക്ഷ്മി മുഖം താഴ്ത്തി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, നിനക്കൊരു പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ലക്ഷ്മി മുഖമുയർത്തി. അവളൊരു തേങ്ങൽ കടിച്ചമർത്തി. സമയക്കുറവിൻ്റേതല്ല ഏട്ടത്തി, ശങ്കരേഷന് ഇഷ്ടമല്ല. അദ്ദേഹം ചോദിക്കുന്നു, നിന്റെ ഇല്ലത്ത് മാത്രമെന്താ ഇങ്ങനെ? അച്ഛൻ മോഷ്ടിക്കുന്നു, പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നു, പിഴയ്ക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകിയാവുന്നു. വിധിയാണെന്ന് പറയുമ്പോൾ വീണ്ടും ചോദ്യം, നിങ്ങളുടെ ഇല്ലത്ത് മാത്രമേ ഉള്ളോ ഈ വിധി? വിധിയല്ല, അഹമ്മദിയാണ്. ഞാൻ എന്താ ഏട്ടത്തി മറുപടി പറയേണ്ടത്? അവൾ ദേവിയുടെ കണ്ണിലേക്ക് നോക്കി. സ്ത്രീധനമൊന്നും വാങ്ങിയല്ലോ വേളി കഴിച്ചത്. ഇടയ്ക്കിടെ ശങ്കരേട്ടൻ അത് പറയും. കാര്യം ശരിയാണെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. സ്ത്രീധനമില്ലെങ്കിലും ആവശ്യത്തിന് പൊന്നക്കിയിട്ട് തന്നെയല്ലേ അപ്പേട്ടൻ നിന്നെ അയച്ചത്? പെട്ടെന്ന് ലക്ഷ്മിയുടെ മുഖം കറുത്തു. അല്ലെങ്കിലും ദേവേട്ടത്തിക്ക് ആ കണക്ക് വലിയ ഓർമ്മയാണ്. അപ്പേട്ടൻ തന്ന കണക്ക് ഇച്ചിരി പൊന്നു തന്നതുകൊണ്ട് എന്തായി? ഇല്ലത്ത് നിന്ന് ആരുടെയെങ്കിലും ഒരു സഹായമുണ്ടോ? ഒരാണ്ടരിയുണ്ടോ ശങ്കരേട്ടന് തുണയ്ക്ക്? പെണ്ണുങ്ങളുള്ളവരാണെങ്കിൽ ഇങ്ങനെ. ദേവിക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. ഇവൾ ആരെ ഇത്ര കുറ്റപ്പെടുത്താൻ? ഒരു മുൻദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. ശങ്കരേട്ടൻ പാവ, അമ്മയും പാവ. പക്ഷേ ആ കോലം കണ്ടോ? മരുന്നിന് പോലും ശങ്കരേട്ടൻ്റെ ശമ്പളം തികയില്ല. പിന്നെ 2 കുട്ടികൾ. സാധനങ്ങൾക്ക് തീവില. ഇല്ലത്തെ ഒരാദായവും ഇല്ല. അതിനിടയ്ക്കാണ് ഓരോ ദുഷ്പേരുകൾ. അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോൾ മറുത്തു ചൊല്ലാൻ എനിക്ക് ശക്തിയില്ല. ദേവിക്കൊന്നും പറയാനില്ലായിരുന്നു. എന്താണ് മറുപടി പറയുക? എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? പാവം കുട്ടി. ചെറുപ്രായത്തിലെ പ്രാരാബ്ദങ്ങളുടെ ചുമട് അവളുടെ തലയിലായി. താലി ചാർത്താൻ സസന്തോഷം തലകുനിച്ചു കൊടുത്തവളാണവൾ. ഓർത്തതും പ്രതീക്ഷിച്ചതും മധുരമായ പലതുമാവാം ലഭിച്ചത് കഴിക്കുന്ന യാഥാർത്ഥ്യം. സാധാരണക്കാരുടെ ജീവിതം ഇതാണ്. കഴുതിയെപ്പോലുള്ള ഈ ചുമടെടുപ്പ്. ദേവിക്ക് ശരിക്കും സങ്കടം തോന്നി. കുട്ടികൾക്ക് 2 പേർക്കും കൈനീട്ടം നൽകി. മഹാലക്ഷ്മിക്കും കൊടുത്തു. അപ്പോൾ ആ പാവം അമ്മയെ ഓർത്തു. 10ൻ്റെ ഒരു നോട്ട് ഞൊറിവീണ ജീവനറ്റ ആ കയ്യിൽ വെച്ചു കൊടുത്തു. പീളകെട്ടിയ കണ്ണുകൾ അപ്പോൾ തുടിച്ചുണർന്നു. കൈനീട്ടി അവർ നെറുകയിൽ തൊട്ടു. ഞാൻ അങ്ങോട്ടാ തരേണ്ടത്. കുട്ടി ഇല്ലത്തേക്കല്ലേ വന്നത്? എന്നിട്ട് ഇങ്ങോട്ട് വാങ്ങേണ്ടി വന്നു. സാരമില്ലമ്മേ. ശങ്കര നമ്പൂതിരി വരും മുമ്പേ ദേവ യാത്ര പറഞ്ഞിറങ്ങി. പടി വരെ ലക്ഷ്മി അനുയാത്ര ചെയ്തു. പിരിയാൻ നേരം അവൾ ചോദിച്ചു, ഏട്ടത്തി ഒരു 10 റുപ്യ കൂടി തരുമോ? അദ്ദേഹത്തിന് ഒരു ഉടുപ്പ് വാങ്ങാനാണ്. വിഷുക്കൈനീട്ടം കിട്ടിയതെല്ലാം കൂട്ടി സ്വരുക്കൂട്ടുമ്പോൾ ഒരെണ്ണം വാങ്ങാൻ തികഞ്ഞേക്കും. കീറിത്തുന്നിയതിട്ടാ ഇപ്പോൾ ജോലിക്ക് പോണത്. ദേവിയുടെ ചങ്ക് പൊട്ടിപ്പോയി. വിഷുക്കൈനീട്ടം കിട്ടിയതൊന്നും അതിനെടുക്കണ്ട മോളെ. ചെന്നാലുടൻ ഞാൻ വേറെ രൂപ അയച്ചു തരാം. അവൾ അപ്പോൾ കണ്ണുനീർ തുടച്ചു. എന്തിനാ ഏട്ടത്തി അച്ഛൻ എനിക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത്? മഹാലക്ഷ്മി സമ്പത്തിൻ്റെ ദേവതയല്ലേ? ഞാനോ? അവൾ ചോദിച്ചു. ദേവ അവളെ മനസ്സിലാകാത്തതുപോലെ നോക്കി. അവൾ തുടർന്നു, നമുക്കെല്ലാവർക്കും അച്ഛൻ വലിയ വലിയ പേരുകളിട്ടു. ദേവാംഗനമാർക്ക് ചേരുന്ന പേരുകൾ. ദേവസേന, വിഷ്ണുപ്രിയ, ഉണ്ണിമായ. മക്കളുടെ പേരിൽ മാത്രം ആർഭാടം കാട്ടാൻ സാധുവായ അച്ഛന് കഴിഞ്ഞിരിക്കും. നമ്മളോ ആ പേരുകളും പേറി ഇങ്ങനെ നശിക്കുന്നു. ദേവൻ മിണ്ടിയില്ല. വാസുദേവന്റെ കയ്യും പിടിച്ചവൾ പടി ഇറങ്ങി കഴിഞ്ഞിരുന്നു. ദേവേട്ടത്തി എനിക്കൊന്ന് കാണണം. ഷമീർ കുറുപ്പുമായി വന്നതൊരു കൊച്ചു പെൺകുട്ടിയാണ്. ഉടൻ തന്നെ ദേവ ഷമീറിന്റെ കുടിലെത്തി. ഉമ്മ അവളെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കയറ്റുകട്ടിലിൽ അവശനായി കിടന്നിരുന്ന ഷമീർ ഒരു അസ്ഥിവഞ്ചനമായി കഴിഞ്ഞിരുന്നു. ദേവിയെ കണ്ടതും ആ കുഴിഞ്ഞ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി മിന്നി തെളിഞ്ഞു. ഇരിക്കെ. അടഞ്ഞ ശബ്ദം. അരിയിൽ കിടന്ന ചൂരൽ കസേരയിലേക്ക് അവൻ വിരൽ ചൂണ്ടി. ദേവ ഇരുന്നില്ല. നിലത്ത് മുഷിഞ്ഞ ചുവർച്ചാരി കുത്തിയിരിക്കുകയായിരുന്നു ഉമ്മ. അവളും അവർക്കരികിലായിരുന്നു. ക്ഷമിക്കണം, നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ദേവേട്ടത്തെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അവൻ മന്ത്രിച്ചു. മരുന്നൊന്നും കഴിക്കുന്നില്ലേ? ദേവ ചോദിച്ചു. മരുന്ന് കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല പെങ്ങളെ. ഇത്തരം വർത്തമാനം പറയാതിരിക്കണുണ്ടോ ഷമീറെ? ഉമ്മ സങ്കടത്താൽ മുഖം തിരിച്ചിരുന്നു. എനിക്ക് ദേവേട്ടത്തിയോട് ചിലത് സംസാരിക്കാനുണ്ട്. അതുവരെ ഉമ്മയൊന്ന് പുറത്തു പോയിരിക്കുമോ? ഉടൻ ഉമ്മ എഴുന്നേറ്റു. ഉമ്മ ഇവിടെ ഇരുന്നാലെന്താ? ദേവ ഉമ്മയെ പിടിച്ചു നിർത്തി. ഞാൻ പുറത്തു നിൽക്കാം മോളെ. ഉമ്മ നിർബന്ധമായി പുറത്തേക്ക് പോയി. നിമിഷം കഴിഞ്ഞു. ദേവേട്ടത്തി വിഷ്ണുവിനെ കാണാൻ പോകാറുണ്ടോ? അവൻ്റെ കണ്ടമിടറി. കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, ജയിലിൽ വെച്ച് എനിക്ക് അവളെ കാണാനുള്ള മനക്കരുത്തില്ല. ദേവയ്ക്കും കരച്ചിൽ വന്നു.
ഞാനും ഇതുവരെ പോയില്ല. ജനലഴികളിൽ പിടിച്ച് വിഷ്ണു നിൽക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. അന്ന് വിഷ്ണുവിന് പകരം ഞാൻ കുറ്റമേൽക്കുമായിരുന്നു. പക്ഷേ സാഹചര്യം എതിരായി പോയി. ജയിലിൽ ചെന്ന് കണ്ടാൽ വിഷ്ണുവിനെയും കൊണ്ടല്ലാതെ എനിക്ക് അവിടെ നിന്ന് പോരാനും ആവില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് നടക്കാനും വയ്യാതായി. ആവും പോലെ ഞാൻ അവളെ ഉപദേശിച്ചതാണ്. പക്ഷെ വിധി. വിഷ്ണു ചെയ്തതൊരു തെറ്റാണെന്ന് പെങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദേവൻ മിണ്ടിയില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, ഷമീർ പറഞ്ഞു. ഒരു കാപാലികനെ നിയമനിഷേധിയെ അവൾ തിരുത്തി. തെറ്റിനെ തിരുത്തുന്നത് ന്യായം. എന്നാൽ തിരുത്തുകയായിരുന്നില്ലല്ലോ. തെറ്റിനപ്പോൾ ആ വ്യക്തിയെ കൂടി ഇല്ലാതാക്കിയല്ലേ അവൾ ചെയ്തത്. വിഷ്ണു ഒരു പുരുഷനായിരുന്നെങ്കിൽ തിരുത്തുന്നിടത്ത് അവൾക്ക് ആ ക്രിയ നിർത്താനാകുമായിരുന്നു. സ്ത്രീയായി പോയതുകൊണ്ടാണ് അവൾക്ക് അയാളെ ഇല്ലാതാക്കേണ്ടി വന്നത്, സ്വന്തം മാനം രക്ഷിക്കാൻ. പക്ഷേ സാഹചര്യത്തിൻ്റെ ആ ന്യായം ആര് കാണുന്നു? നമ്മുടെ നിയമം പലപ്പോഴും പക്ഷാഭേദപരമാണ്. നിയമത്തിനല്ല അനുജ, നിയമം കൈയാളുന്നവർക്കാണ് പക്ഷാഭേദം. അതെ, സമ്മതിക്കുന്നു. സ്വതന്ത്രമായി പോരാടിയതിനാലാണ് ഞങ്ങൾ ഒറ്റപ്പെട്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും സ്വാധീനവും സ്വീകരിക്കാനുള്ള കുബുദ്ധി ഞങ്ങൾ കാട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുയായികളില്ലാതെയായി. ഞങ്ങൾക്ക് വേണ്ടി വികാരം കൊള്ളാനും ഞങ്ങളെ രക്ഷിക്കാനും അണികളില്ലാതായി. വ്യക്തിയേക്കാൾ കൊടിയെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി പോയി നമ്മുടേത്. സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന എൻ്റെ വാപ്പ ചോര തുപ്പി പിടഞ്ഞു മരിക്കുന്നത് കണ്ടാണ് ഞാൻ കൊടിയെ വെറുത്തത്. സാരമില്ല ഷമീർ, ഇനിയും തിരുത്താൻ സമയമുണ്ട്. തിരുത്താനോ? തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തിരുത്താനോ? അവൻ്റെ മുഖം ചുവന്നു. എന്താണ് തിരുത്തേണ്ടത്? ശരിയെ തിരുത്തണോ? ചില നിമിഷങ്ങളിൽ എൻ്റെ മനസ്സും പിന്തിരിപ്പനാവാറുണ്ട്. എന്നാൽ അധിക സമയവും നേർച്ചിന്തകളാണ് എന്നെ ഭരിക്കുന്നത്. നേർച്ചിന്ത നിർത്തുക. ഒരു തേങ്ങൽ. വല്ലാത്തൊരു സീൽക്കാരത്തോടെ ഉമ്മ അകത്തേക്ക് പാഞ്ഞു വന്നു. പാപ്പാനെ പോലെ തന്നെ മോനും അന്യനു വേണ്ടി നെഞ്ചുപൊട്ടിച്ചാവും. എല്ലാം കാണാൻ ഇൻ്റെ ഒരു വിധി. ഉമ്മ മൃദുവെങ്കിലും അവൻ്റെ സ്വരത്തിൽ താക്കീത് കലർന്നിരുന്നു. ഷമീർ, നിന്റെ ഉപദേശം കേട്ട് നിന്റെ കൂട്ടുചേർന്ന് നിന്റെ തോളുമുട്ടി നടന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന് നരയിക്കുന്നത്. എന്തൊക്കെ ചെയ്യണുണ്ടെന്ന്, അവൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കൊന്നിട്ടും മതിയായില്ല. എനിക്കിനിയും മതിയായില്ലുമ്മ. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ അവൻ വല്ലാതെ കിതച്ചു. ഭ്രാന്താണ്. ഈയാമ്പേറ്റകൾ തീരെ ചാടി ചാവാണ്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഉമ്മ ഒന്ന് പുറത്തു പോകണ്ടോ? അവർ വീണ്ടും പോയി വാതിൽപ്പടി ചാരി നിന്നു. ദേവേട്ടിയത്തെ വിളിപ്പിച്ച കാര്യം ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല. ഷമീർ ദേവയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പറയൂ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വിഷ്ണുവിനെ എനിക്കൊന്ന് കാണണം. നടക്കാൻ കഴിയുമായിരുന്നപ്പോൾ അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായില്ല. മനക്കരുത്തുണ്ടായപ്പോൾ താനെ പോകാൻ വയ്യ. ശ്വാസതടസ്സത്താൽ എന്നോണം അവൻ മെല്ലെ നെഞ്ചു തടവി. അതുകൊണ്ട് ദേവ അടുത്തിയെന്ന് അവൻ്റെ കൈയെടുത്തു മാറ്റി സ്വയം തടവി കൊടുക്കാൻ തുടങ്ങി. വേണ്ട, അവൻ തടഞ്ഞു. ഞാൻ നിന്റെ പെങ്ങളല്ലേ, എനിക്കിതായിക്കൂടെ? ഓ എൻ്റെ പെങ്ങളെ. അവൻ അവളുടെ കൈ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടി. ദേവ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് അവൻ്റെ കണ്ണ് തുടച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ ആരും വരാറില്ല, അവൻ പറഞ്ഞു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽക്കാരോ ആരും. മതം ഞങ്ങളെ ഏതാണ്ട് പുറന്തള്ളിയ മട്ടാണ്. പള്ളി വിലക്കി. ഞാൻ മരിച്ചാൽ പള്ളിപ്പറമ്പിൽ എന്നെ ഖബറടക്കാൻ അനുവദിക്കുമോ എന്ന് പോലും സംശയമാണ്. ദേവ അനുതാപത്തോടെ അവനെ നോക്കിയിരുന്നു. എനിക്കും ഉമ്മാക്കും ഇപ്പോൾ ആരുമായി ബന്ധമില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാനെങ്ങനെ സെൻട്രൽ ജയിൽ വരെ പോകും? അവൻ ചോദിച്ചു. പോയാൽ തന്നെ ജനലഴികൾക്കകത്തു വെച്ച് എങ്ങനെ ഞാൻ ആ കുട്ടിയെ കാണും? വയ്യ. പക്ഷേ എൻ്റെ വിഷ്ണുവിനെ ഒരു നോക്ക് കാണാതെ എനിക്ക് മരിക്കാനും വയ്യ. അവസാന വാചകം ദേവയുടെ കണ്ണുകളെ വീണ്ടും ഈർന്നണയിച്ചു. അതുകൊണ്ട് ദേവേട്ടത്തി ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കൂ. എനിക്ക് വിഷ്ണുവിനെ ഒരു നോക്ക് കാണാൻ. വിഷ്ണു വരും ഷമീർ. അവൾ തിരിച്ചു വരും. അപ്പോഴേക്കും ഞാൻ. ഇല്ല, നിനക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇനിയും ഒന്നിക്കും. ഷമീർ അവൾക്ക് വേണ്ടി കാത്തിരിക്കണം. യാത്ര പറയുമ്പോഴും അവൾ അതാണ് ആവശ്യപ്പെട്ടിരുന്നത്. വിധി അനുവദിക്കില്ല ദേവേട്ടത്തി. ഈ അശുഭചിന്ത കളയൂ ഷമീർ. ദേവേട്ടത്തി എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കില്ലേ? അവൻ വീണ്ടും അവളുടെ കൈ കവർന്നു. എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണാൻ. വിജയിച്ചില്ലെങ്കിലും ദേവേട്ടത്തിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? തീർച്ചയായും ശ്രമിക്കാം ഷമീർ. ഷമീറിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ അവളൊരു സഹായസ്ഥാനം കണ്ടത് ദേവദാസിലാണ്. ദേവദാസിന് നല്ല സ്വാധീനമുണ്ടാവും, വഴികളും നിശ്ചയമുണ്ടാകും. പണം എത്ര വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. കഴിവും സഹായിക്കാനുമുള്ള സന്മനസ്സുള്ള മറ്റാരാണ് തനിക്കുള്ളത്? പുരുഷനായി ഏക ബന്ധുവുള്ളത് ശങ്കരൻ നമ്പൂതിരിയാണ്. ശ്രീപുഴയെ തില്ലവുമായുള്ള ബന്ധം പോലും അപമാനമായി കരുതുന്നയാൾ. ദേവദാസ് ആണെങ്കിൽ തന്നിൽ നിന്നൊരു അഭ്യർത്ഥനയുണ്ടായാൽ 100 മനസ്സോടെ സാധിച്ചു തരാൻ തയ്യാറാവും. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കുക? സ്നേഹഭിക്ഷയുമായി പിന്നാലെ നടക്കുകയാണ്. ഒരുവിധം മടക്കി അയച്ചതേയുള്ളൂ. എന്താവശ്യത്തിനായാലും തിരിച്ചു വിളിക്കാൻ സൂക്ഷിക്കണം. വേണ്ട വേണ്ട, അത് വീണ്ടും പല പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എല്ലാറ്റിനുമുപരി വാസുദേവനെ വിട്ടിട്ടുള്ളൊരു നീക്കത്തിനും തനിക്കിനി കഴിയില്ല. ആ പിഞ്ച് മനസ്സിന് താൻ മാത്രമേയുള്ളൂ ഒരു തുണ. ദേവദാസുമായുള്ള അടുപ്പം അവനെ വേദനിപ്പിക്കും. അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദേവദാസ് അത്ര അകറ്റി നിർത്തേണ്ടവനാണോ?
തന്നെ എക്കാലവും സ്നേഹിച്ചവനാണ്, ഇന്നും നിറമനസ്സോടെ സ്നേഹിക്കുന്നവനാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ യാതൊരു സംഭവവും അദ്ദേഹത്തിൻ്റെ ഇച്ഛയെ ബാധിച്ചിട്ടില്ല. തൻ്റെ വിവാഹമോ കുടുംബത്തിനേറ്റ അപമാനങ്ങളോ ആ സ്നേഹത്തെ തെല്ലും നശിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആ പഴയ ആത്മാർത്ഥമായ സ്നേഹസാന്ദ്രമായ പുഞ്ചിരി തന്നെയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് താൻ എവിടേക്കാണ് പായുന്നത്? ജഡതയിലേക്കോ, സന്യാസത്തിലേക്കോ, ഭ്രാന്തിലേക്കോ? താൻ ഇന്നും കന്യകയാണ്, 100% കന്യക. താനും ഈശ്വരനെ മാത്രം അറിയുന്ന സത്യമാണത്. ദേവദാസിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് കൂടി ആയിരിക്കില്ലേ തനിക്ക് ഇത്രനാളും തൻ്റെ പരിശുദ്ധിയിൽ കളങ്കം വീഴാതെ ജീവിക്കാൻ കഴിഞ്ഞത്? മനസ്സിലെ പ്രധാന പ്രതിഷ്ഠ എന്നും ദേവദാസിൻ്റേതായിരുന്നില്ലേ? അപ്പേട്ടനോടുണ്ടായിരുന്നത് കടമയും സഹാനുഭൂതിയുമായിരുന്നില്ലേ? പിന്നെ ഒന്നിച്ച് ജീവിച്ചപ്പോഴുണ്ടായ മമതയും അടുപ്പവും അത് ദേവദാസിനെ നിഷേധിക്കാനുള്ള കരുത്ത് നൽകി എന്നത് സത്യം. പക്ഷെ വാസുദേവനോടുള്ളതോ? വയ്യ. എത്ര ശ്രമിച്ചാലും മനസ്സിനെ അപഗ്രഥിച്ച് ഒരു തീർപ്പിലെത്തിക്കാൻ കഴിയുന്നില്ല. മനസ്സൊരു ഊഞ്ഞാലാണ്, നിരന്തരം അങ്ങിങ്ങ് ആടുകയാണ്. ഓരോ ആട്ടത്തിൻ്റെയും ഒടുക്കം ചെന്ന് നിൽക്കുന്നത് വാസുദേവൻ്റെ മുഖത്താണ്. അതവളെ അന്യപ്രേരണകളിൽ നിന്നും തിരിച്ചു പിടിച്ചു. വേണ്ട, ദേവദാസിനെ തിരിച്ചു വിളിക്കേണ്ട തീരുമാനിച്ചു. അതോടെ ദേവദാസിൽ നിന്ന് സഹായം തേടുക എന്ന മാർഗവും ഉപേക്ഷിച്ചു. ശങ്കരൻ നമ്പൂതിരിയുടെ കാല് പിടിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ശങ്കരൻ നമ്പൂതിരിക്ക് ദേവിയെ ബഹുമാനമായിരുന്നു. എന്നാൽ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ അയാൾക്കൊട്ടും മനസ്സലിവ് തോന്നിയില്ല. ഒഴിവാക്കാമായിരുന്ന വിപത്തുകളാണ് മനഃപൂർവ്വം ചെയ്തവ. വിഷ്ണു തെല്ലുപോലും കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല. കുടുംബത്തിന് വേണ്ടി സർവ്വം ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടന്നവളാണ്. എന്നിട്ടും ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ പോലും പരിഹസിക്കപ്പെടുന്നു. ശ്രീപുകഴത്തെ ഇല്ലവുമായുള്ള ബന്ധം കാരണം ദേവിക്ക് മടുപ്പ് തോന്നി. അയാളുടെ സഹായം തേടേണ്ടിയിരുന്നില്ല. ഷമീർ വിഷ്ണുവിനെ കാണാതെ മരിക്കട്ടെ, അതായിരുന്നു ഭേദം. ദേവിക്ക് വേണ്ടി സെൻട്രൽ ജയിൽ വരെ തുണ വരാൻ എനിക്ക് മടിയില്ല. പക്ഷേ വിഷ്ണുവിനെ ഞാൻ കാണില്ല. വേണ്ട, ആകാവുന്നത് മാത്രം ശങ്കരൻ ചെയ്താൽ മതി. ഒന്നിനും ഞാൻ നിർബന്ധിക്കില്ല. ദേവ സമാധാനിപ്പിച്ചു. അവർ തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു. വളരെ സ്വാധീനിക്കലുകൾക്ക് ശേഷമാണ് ഒന്ന് കാണാൻ കഴിഞ്ഞത്. 1 വർഷം നീണ്ടിട്ടും പ്രതി കുറ്റം ഏറ്റുപറഞ്ഞിട്ടും വിചാരണ തീർന്നിട്ടും കേസിൻ്റെ വിധിയായിരുന്നില്ല. ജീവപര്യന്തമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജീവനോടെ എന്തെങ്കിലും തിരിച്ചു വരുമല്ലോ. ദേവ അത്രയും സമാധാനിച്ചു. ഏട്ടത്തിയെ കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം വാടി. അവൾ പരുഷമായി ചോദിച്ചു, എന്തിനാ വന്നത്? ദേവ മറുപടി പറഞ്ഞില്ല. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. ജാമ്യം കിട്ടാൻ വിഷമമാണെന്നും അറിയാം. എന്നാലും ദേവേട്ടത്തിയെങ്കിലും എനിക്ക് വേണ്ടി. അവളുടെ കണ്ണുകൾ തുളുമ്പി. ഒരു നോക്ക് കാണാനെങ്കിലും, സ്നേഹത്തിൻ്റെ ഒരു മുഖം കാണാൻ ഞാൻ കാത്തു കഴിഞ്ഞു. ഒരു കൊലപാതകയ്ക്ക് ആ പ്രതീക്ഷ പാടില്ലല്ലോ, അല്ലേ? ഏതു ദുഃഖം സ്വയം ഹൃദയത്തിലേൽക്കുന്ന പരിഭവിക്കാൻ അറിയാത്ത തൻ്റെ ഇടത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ വിഷ്ണുവാണോ ഈ സംസാരിക്കുന്നതെന്ന് ദേവിക്ക് സംശയം തോന്നി. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ശ്രമിച്ചോ എന്നത് നീ അറിയണ്ട. പക്ഷെ കാണാൻ വരാതിരുന്നത് മനഃപൂർവ്വമാണ്. എനിക്കതിനുള്ള കരുത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കരുത്തുണ്ടായോ? വേറൊരാൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. വിഷ്ണു വിസ്മയത്തിൽ ദേവിയെ നോക്കി. എന്തെങ്കിലും നീ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നീ വരുന്നതുവരെ കാത്തിരിപ്പ് തുടരാനാവുമോ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ആരാണ് അയാൾ? അവളുടെ സ്വരം വിറച്ചു. ഷമീർ റോഷൻ. ഞൊടിയിടയിൽ വിഷ്ണുവിൻ്റെ മുഖം മാറി. അതൊരു വികാരത്തിൻ്റെ സമുദ്രമായി. അവൾ കിതയ്ക്കാനും വിറയ്ക്കാനും തുടങ്ങി. ഷമീർ കിടപ്പിലാണ്, നടക്കാൻ വയ്യ, ഇവിടേക്ക് വരാനുമാവില്ല. അവന് നിന്നെ കാണാൻ മോഹം. നീ തിരിച്ചു വരും വരെ ജീവിച്ചിരിക്കുമോ എന്നാണ് അവൻ്റെ ഭയം. വിഷ്ണു വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. ധീരിയായ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഷമീറിനുള്ള സ്ഥാനം ദേവിക്ക് വ്യക്തമായി. അനുവാദം കിട്ടുമോ എന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും ദേവിക്ക് വേണ്ടി ഞാൻ യാചിക്കും. കഴിയും പോലെ ഏട്ടത്തിയെ ശ്രമിക്കണം. തീർച്ചയായും ഞാൻ വരുമെന്ന് ഷമീറിനോട് പറയൂ. അവൾ നിലത്ത് കമിഴ്ന്നു വീണു. കരയാനാണെന്ന് ദേവിക്ക് മനസ്സിലായി. കരയട്ടെ, പാവം. ജയിലിൽ ആ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ലല്ലോ. യാത്ര പറയാതെ ദേവ തിരിച്ചു പോന്നു. കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു. പ്രതീക്ഷിച്ചതുപോലെ വിഷ്ണുപ്രിയയ്ക്ക് ജീവപര്യന്തം. വിഷ്ണുവിൻ്റെ യാചനയ്ക്കോ ദേവിയുടെ ശ്രമങ്ങൾക്കോ വിഷ്ണുവിനെ ഷമീറിൻ്റെ കുടിലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഷമീർ വിഷ്ണുവിൻ്റെ ബന്ധുവല്ല, അച്ഛനോ മകനോ കൂടപ്പുറപ്പോ അല്ല. വിധ്വംസക പ്രവർത്തനങ്ങൾ അവളുടെ കൂട്ടാളിയായിരുന്നവനാണ്. നിയമം അവർക്കെതിരാകാൻ ആ ഒരു വൈരവിധ്യം തന്നെ അധികമായിരുന്നു. ഷമീറിനെ കാറിൽ ജയിലിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ദേവ തയ്യാറായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്ര പണം ചെലവിടാനും അവൾക്ക് മടിയില്ലായിരുന്നു. പക്ഷേ ഷമീർ കുട്ടികളെ പോലെ പിടിവാശിയിൽ നിന്നു. ജയിലിൽ പോയി അവളെ കണ്ടാൽ പിന്നെ അവളെ അവിടെ വിട്ടുപോരാൻ എനിക്ക് കഴിയില്ല. ആഴികൾക്ക് മുന്നിൽ ഞാൻ വീണുപോകും. അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോരേണ്ടി വരിക എൻ്റെ മൃതദേഹമായിരിക്കും. അവളെ ഇവിടെ കൊണ്ടുവന്നാലുള്ള നേട്ടമെന്ത്? അവൾ മടങ്ങിപ്പോകുന്നതോടെ എൻ്റെ ശ്വാസം നിലയ്ക്കും. നിങ്ങൾക്കെൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചുമക്കേണ്ടി വരില്ല. മാത്രവുമല്ല, ഈ കുടിലിൽ, ഈ കയറുകട്ടിലിൽ എൻ്റെ ഉമ്മിച്ചിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്ക് ശാന്തമായി മരിക്കാനും കഴിയും. ഷമീറിൻ്റെ അഭിലാഷത്തിന് ആർക്കും മറുപടിയില്ലായിരുന്നു.
ഷമീറിന്റെ വിധി വിഷ്ണുവിനെ കാണാതെ മരിക്കാനായിരിക്കുമെന്ന് ദേവിക്ക് തോന്നി. ഷമീറിനേക്കാൾ അത് ബാധിക്കുക വിഷ്ണുവിനെ ആയിരിക്കും അവൾ മടങ്ങി വരുമ്പോൾ. അത് ഓർത്തപ്പോൾ ആ വിഷയം ഇനി മറക്കുന്നതാണ് നല്ലതെന്ന് ദേവിക്ക് തോന്നി. തുളസി താമസിക്കുന്ന കോൺവെന്റിലെ മദർ സുപ്പീരിയറുടെ കത്ത് വന്നു. തുളസിയുടെ രക്ഷകർത്താവുമായി അത്യാവശ്യമായി സംസാരിക്കണം. ദേവ പോയി. ഉള്ളിൽ നിറഞ്ഞ പരിഭ്രമമായിരുന്നു. ഇല്ലത്തിന്റെ ശാപം അവളെയും ബാധിച്ചോ? അവളും എന്തെങ്കിലും അപകടം കാട്ടിയിരിക്കുമോ? എങ്കിലല്ലേ വൃത്തം പൂർത്തിയാവൂ. എങ്കിലും ദേവയ്ക്ക് അങ്ങനെ സംശയിക്കാൻ പ്രയാസം തോന്നി. തുളസിയുടെ മട്ട് കണ്ടാൽ ഒരിക്കലും അവളിൽ നിന്ന് ഒരു അവിവേകം പ്രതീക്ഷിക്കാനാവില്ല. ഒരു ചിന്തയേയുള്ളൂ, പഠിപ്പ്. പാഠ്യേതര വിഷയമായി ആകെ അവൾ വായിക്കുന്നത് കണ്ടിട്ടുള്ളത് ബൈബിളാണ്. കോൺവെന്റുമായുള്ള സമ്പർക്കമാണ് അതിന് കാരണമെന്നും അറിയാം. ബൈബിളിനെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ചും ആദരവോടെ അവൾ സംസാരിക്കാറുണ്ട്. വിശദമായൊരു പഠനം അവൾക്കുണ്ടായിട്ടുണ്ടെന്നും വ്യക്തം. ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ ഐഡിയൽ റിലീജിയൻ, വേൾഡ് വൈഡ് ആൻഡ് യുണീക്ക്, ഒരിക്കൽ അവൾ അഭിപ്രായപ്പെട്ടു. വിശദീകരിക്കാൻ, തെളിയിക്കാൻ ധാരാളം സംഭവങ്ങളും ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു. കോൺവെന്റിലെ സന്യാസിനിമാർക്കാണെങ്കിൽ അവളെ ജീവനാണ്. അവളെപ്പറ്റി അങ്ങേയറ്റം മതിപ്പാണ്. ഞങ്ങളുടെ അഭിമാനമാണിവൾ, മദർ സുപ്പീരിയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവളൊരു അന്യമതസ്ഥയാണെന്ന ഭാവമേ അവരുടെ പെരുമാറ്റത്തിൽ ഇല്ലായിരുന്നു. പിന്നിപ്പോഴെന്തു പറ്റി? ദേവ അസ്വസ്ഥയായി. നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മദർ ഇറങ്ങി വന്നപ്പോൾ ദേവിക്ക് ധൈര്യമായി. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മിസ്സിസ് അന്തർജനം. തുളസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബമ്പർ ഗുഡ് ന്യൂസ് ഉണ്ട്. ദേവ ആകാംക്ഷയോടെ മദറിനെ നോക്കിയിരുന്നു. തുളസിയെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് അയക്കുകയാണ്. മെഡിസിന്. ദേവിയുടെ ഉള്ളു നിറഞ്ഞു. അവൾ രക്ഷപ്പെടട്ടെ. ശ്രീപുകഴത്തില്ലത്തിൻ്റെ പേരുദോഷം തീരട്ടെ. അച്ഛൻ്റെ ആത്മാവ് ശാന്തി അടയട്ടെ. നിങ്ങളൊന്നും അറിയണ്ട. അവളുടെ വീർച്ച കണ്ട് ആനന്ദിച്ചാൽ മാത്രം മതി. വളരെ നന്ദിയുണ്ട് മദർ. ദേവ കൈകൂപ്പി. അപ്പോഴേക്കും തുളസിയും മുറിയിലെത്തി. മദർ അവളെ പിടിച്ച് ബലമായി അരികിലിരുത്തി. തുളസി തൊടുന്നതെല്ലാം പൊന്നാകും. ഏതു പരീക്ഷ എഴുതിയാലും അവളായിരിക്കും മുന്നിൽ. ഇത്ര ഷാർപ്പായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. മദർ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദേവ തുളസിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ഒരുതരം മരവിച്ച ശാന്തതയാണ്. ഇനിയുള്ള വിവരങ്ങളെല്ലാം തുളസി പറയും. മദർ തുളസിയെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാം വിശദമായി ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കൂ തുളസി. മദർ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. മുറിയുടെ വാതിലിലെത്തിയപ്പോൾ പെട്ടെന്ന് ഓർത്തതുപോലെ അവർ തിരിഞ്ഞു നിന്ന് തുളസിയോട് പറഞ്ഞു, ആ ഭക്ഷണം കൊടുത്തിട്ടേ ചേച്ചിയെ അയക്കാവൂ. തൊഴുത അനുമതി വാങ്ങണം. മദർ പോയി. പൊടുന്നനെയാണ് ദേവിക്ക് രംഗത്ത് എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ടത്. എന്തോ അപകടം മണത്തതുപോലെ അവളുടെ മുഖം മങ്ങി. വരൂ ഏട്ടത്തി, തുളസി വിളിച്ചു. നമുക്ക് പുറത്തിറങ്ങാം. നടന്നുകൊണ്ട് സംസാരിക്കാം. ദേവ അനുജത്തിയെ പിന്തുടർന്നു. അവർ കന്യകാമാതാവിൻ്റെയും പുത്രൻ്റെയും തിരുരൂപം പ്രതിഷ്ഠിച്ച ചെറിയ ഉദ്യാനത്തിലൂടെ സാവധാനം നടന്നു. നോക്കൂ ദേവേട്ടത്തി, പെട്ടെന്നാണ് തുളസി അറിയിച്ചത്. യാതൊരു മുഖവരിയുമില്ലാതെ ഞാൻ കന്യാസ്ത്രീയാവുകയാണ്. നിമിഷങ്ങൾ വേണ്ടി വന്നു ദേവയ്ക്ക് ആ വാർത്ത ഉൾക്കൊള്ളാൻ. അതോടെ അവൾ ഞെട്ടിവിറച്ചു. തുളസിയെ തുറച്ചു നോക്കി. എഴുത്തിയെ നോക്കി തുളസി ശാന്തമായി പുഞ്ചിരിച്ചു. ആരുടെയും കമ്പൽഷൻ അല്ല. ഞാൻ സ്വമനസാലെ തിരഞ്ഞെടുത്ത വഴിയാണ്. മദറും സിസ്റ്റേഴ്സും എല്ലാം അനുകൂലിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തെന്ന് മാത്രം. നിനക്ക് ഭ്രാന്തുണ്ടോ? ദേവ അനുജത്തിയുടെ നേരെ വിരൽ ചൂണ്ടി. അവൾക്ക് അപ്പോഴും ഭാവഭേദം ഉണ്ടായില്ല. നിറഞ്ഞ ശാന്തത. ഈ വഴിക്ക് എന്താണ് ഏട്ടത്തി ഒരു കുറ്റം? ത്യാഗത്തിൻ്റെ വഴിയല്ലേ ഇത്? നന്മയുടെ വഴിയല്ലേ ഇത്? ശ്രീപുകഴേത്ത് നാരായണൻ നമ്പൂതിരിയുടെ 5 മക്കളും തെറ്റേ ചെയ്തിട്ടുള്ളൂ. ലോകത്തിൻ്റെ കണ്ണിൽ അവരെന്നും അപവാദിനികളാണ്, അപമാനിതകളാണ്. അപവാദിനിയാകുന്നത് ഒരു പാപമല്ല. കന്യകമാതാവ് പോലും അപവാദിനിയായിട്ടുണ്ട്. ജീസസ് പോലും അപവാദത്തിനിരയായിട്ടുണ്ട്. പിന്നെയാണോ നമ്മൾ? പക്ഷേ അപമാനിതയാവുക കുറവാണ്. ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ എനിക്കൊട്ടും അപമാനം തോന്നുന്നില്ല. ദേവ സാരിത്തുമ്പ് കൊണ്ട് മുഖം മറിച്ച് തേങ്ങിക്കരഞ്ഞു. നീയെങ്കിലും രക്ഷപ്പെടുമെന്ന് ഞാൻ ഓർത്തു. പഠിച്ച് ഉയരങ്ങളിൽ എത്തുമെന്നോർത്തു. പഠിച്ച് ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഞാൻ ജനനന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യും. നീ വിവാഹിതയായി കുട്ടികളുമായി ഒരു കുടുംബജീവിതം നയിക്കുന്നതായിരുന്നു എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിന് എന്താണ് ഏട്ടത്തി ഇത്ര മഹത്വം? തുളസി ദേവിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഏട്ടത്തിയും വിവാഹിതയായവളല്ലേ? 6 മാസം മുമ്പ് ഞാൻ ലക്ഷ്മി ഏട്ടത്തിയുടെ ഇല്ലത്ത് പോയി. കുടുംബജീവിതം ഞാൻ കണ്ടു. അതുകൊണ്ട് ആർക്കാ പ്രയോജനം? ആർക്കും നേട്ടം? അവർക്കും നേട്ടമില്ല, അന്യർക്കും നേട്ടമില്ല. ദാമ്പത്യത്തിൽ ഇണയുടെ സ്നേഹത്തിൻ്റെ ഒരു തണലെങ്കിലും കിട്ടുമല്ലോ. ഇണയുടെ സ്നേഹത്തിൻ്റെ തണൽ. ഇതൊരു കാപട്യമാണ് ഏട്ടത്തി. പാവ ഉണ്ണിയേട്ടത്തി ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? മോഹിക്കുന്നതും മോഹിപ്പിക്കുന്നതുമല്ല സ്നേഹം, ത്യാഗമാണ് സ്നേഹം. ത്യാഗം. ദേവ പുച്ഛിച്ചു. ആ വാക്ക് പലവട്ടം പറഞ്ഞിട്ടുള്ള നിന്റെ വിഷ്ണുവേട്ടത്തി ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? വിഷ്ണുവേട്ടത്തി ഒരു വികാര ജീവിയായിരുന്നു. അവർക്ക് കഴിഞ്ഞതേ അവർ ചെയ്തുള്ളൂ. എൻ്റെ ഏട്ടത്തിമാരുടെ കണ്ണീരാണ് എന്നെ ഈ വഴിയിലെത്തിച്ചത്. നമുക്ക് എന്തുണ്ടായിരുന്നു? പറയൂ, നമുക്ക് എന്തുണ്ടായിരുന്നു സ്വന്തം? സ്ത്രീധനചന്തയല്ലേ ദേവേട്ടത്തിയെ ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത്?
ഹൃദ്രോഗിയായ അപ്പുവട്ടൻ്റെ കുട്ടിയുടെ വളർത്തമ്മയാക്കിയത്, അച്ഛനെ മോഷ്ടാവാക്കി കൊന്നത്. തുളസി, ദേവ തരിച്ചുപോയി. വിവാഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വാദിക്കാതിരിക്കാനാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇനി പഠിപ്പിൻ്റെയും ഉയർച്ചയുടെയും കാര്യം. വിഷ്ണുവേട്ടത്തി പഠിച്ചു, ഉയരത്തിലെത്താൻ ശ്രമിക്കവെയല്ലേ അവർ നശിച്ചത്. ഇനി എൻ്റെ കഥ തുടർന്നു. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിഷ്ണുവേട്ടത്തി ശ്വാസം വിടാൻ നേരമില്ലാതെ ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെടുമ്പോഴാണ് കോൺവെൻറ്റിൽ എനിക്ക് ആശ്രയം ലഭിച്ചത്. കഞ്ഞിക്ക് വഴിയില്ലെങ്കിലും സവർണ സ്ത്രീയുടെ ഗർഭത്തിൽ പിറന്നതിനാൽ സർക്കാർ പോലും നമ്മെ സഹായിച്ചില്ല. ഏട്ടത്തി പറയൂ, ഒരു വ്യക്തി വിദ്യാഭ്യാസം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ദേവയ്ക്ക് ഉത്തരമില്ലാതായി. തുളസിയുടെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരിയാണ്. ആരെയെങ്കിലും കുറ്റപ്പെടുത്താനാവുമെങ്കിൽ ജീവിതം നൽകാൻ കഴിവില്ലാഞ്ഞിട്ടും നമ്മെ ദുരിതകാണ്ഡത്തിലേക്ക് തുറന്നുവിട്ട അവളുടെ മാതാപിതാക്കളെയാണ്. പക്ഷെ ആരെ ആ വിധം യുക്തിസഹമായി കുറ്റപ്പെടുത്താനാവും? നമുക്കാവുക ഒഴിഞ്ഞു നിന്ന് നമ്മുടേതായ കർമ്മം തുടരുകയാണ്. സർവ്വം വ്യർത്ഥമായ ജീവിതത്തിൽ ത്യാഗത്തിന് മാത്രമേ നമ്മെ ആനന്ദിപ്പിക്കാൻ കഴിയൂ. ഈ വഴിയിലൂടെയുള്ള യാത്ര ഞാൻ വളർന്നതും അനുഭവിച്ചതുമായ സാഹചര്യങ്ങളോട് എനിക്കുള്ള പരിശുദ്ധമായ പ്രതികാരമാണ്. ചുറ്റി നടന്നവർ വീണ്ടും കന്യകാമാതാവിൻ്റെയും പുത്രൻ്റെയും തിരുരൂപത്തിന് കീഴിലെത്തി. തുളസി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തൊട്ടുമുകളിലുള്ള പള്ളിയിൽ നിന്ന് മണി മുഴങ്ങി. ഏട്ടത്തി വരൂ, ഭക്ഷണം കഴിക്കാം. ഇല്ല, ഞാൻ പോകുന്നു. ദേവ അവളുടെ അടുത്തെത്തി ശിരസിൽ ചുംബിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് നല്ലത് വരട്ടെ, നല്ലതു മാത്രം. അവൾ വേഗം പുറത്തേക്കുള്ള കോൺക്രീറ്റ് പടികൾ ഇറങ്ങാൻ തുടങ്ങി. ഗേറ്റിലെത്തിയപ്പോൾ ദേവ തിരിഞ്ഞു നോക്കി. തിരുരൂപത്തിന് കീഴെ തുളസിയെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടം ശൂന്യമായിരുന്നു. സാരിത്തലപ്പ് കൊണ്ട് കണ്ണീർ തുടച്ച് ദേവ വേഗം റോഡിലൂടെ നടന്നു. 5 പെൺകുട്ടികൾ, 5 പേരും 5 വഴികളിലൂടെയാണ് ചരിച്ചത്. ആരുടെ വഴിയായിരുന്നു ശരി? ആരുടെയെങ്കിലും വഴി ആയിരുന്നുവോ? അവൾ ഓർത്തു. ഒരു തീർപ്പിലെത്താൻ സാധിക്കുന്നില്ല. തുളസി മോളുടേത് താരതമ്യേന എളുപ്പമുള്ള വഴിയായിരിക്കാം. എങ്കിലും അവൾ മറ്റൊരു ലോകത്തേക്ക് പറന്നകലുന്നതായാണ് ദേവിക്ക് തോന്നിയത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചു. നെഞ്ചിൽ നീറിപ്പടരുന്നൊരു വേദന. അഞ്ചത്തിയാണെങ്കിലും മകളായാണ് അവൾ എടുത്തു വളർത്തിയത്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വെയിൽ കത്തിജ്വലിക്കുന്ന വഴിയിൽ അവൾ ഗ്രാമത്തിലേക്കുള്ള ബസ് കാത്തു നിന്നു. ബസ് ഇറങ്ങുമ്പോൾ അവൾക്ക് ആ വാർത്ത ലഭിച്ചു. ഷമീർ ബോധഹീനനായി മരണക്കിടക്കയിൽ. ഇല്ലത്തേക്ക് പോകുന്നതിന് പകരം ദേവ നേരെ ചെന്നത് നബീസുമ്മയുടെ കുടിലേക്കാണ്. മരണമുഖമായ പരിസരം. തലകുത്തി താഴെ പതിക്കാൻ സമയം കാത്തു നിൽക്കുന്ന ഓലക്കുടലിൽ ആളനക്കമില്ല. വരണ്ട മുറ്റത്തൊരു ചാവാലിപ്പട്ടി മുൻകാലുകളിൽ മുഖം താഴ്ത്തി വെച്ച് ദീനനായി കിടക്കുന്നു. ദേവിയെ കണ്ടിട്ടും അത് ചലിക്കുകയോ ശബ്ദിക്കുകയോ ചെയ്തില്ല. ആ കുടിലിലെ നിശബ്ദത അവൾ പ്രതീക്ഷിച്ചതാണ്. ഷമീറിൻ്റെ കുടുംബത്തെ സമുദായം വിലക്കിയിരിക്കുകയാണല്ലോ. സമൂഹത്തിൻ്റെ കണ്ണിലാണെങ്കിൽ അവനൊരു വിധ്വംസക പ്രവർത്തകനുമായിരുന്നു. എന്നാലും ആ പാവപ്പെട്ട ഉമ്മയ്ക്കും മകനും അല്പ ആശ്വാസത്തിൻ്റെ തണൽ നൽകാൻ വിദ്യാഭ്യാസവും നന്മയുമുള്ളൊരു ചെറുപ്പക്കാരൻ പോലും, ഒരു മനുഷ്യജീവി പോലും ആ ദേശത്തില്ലാതെ പോയല്ലോ. ഷമീർ ആരോഗ്യത്തോടെ നടക്കുമ്പോഴാണ് ഇതുപോലൊരവസ്ഥ മറ്റൊരു കുടുംബത്തിന് സംഭവിച്ചിരുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ കളയാൻ അവിടെ ഷമീർ ഉണ്ടാകുമായിരുന്നു. നല്ലവനായതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു. എന്നും ചരിത്രം അങ്ങനെയാണ്. അവൾ അകത്തു ചെന്നു. ഷമീറിൻ്റെ കട്ടിൽ കീഴിൽ മെഴുകിയ തറയിൽ ചുരുണ്ട് കിടക്കുകയാണ് നബീസുമ്മ. ഇടയ്ക്കിടെ അവർ ഓർത്തോർത്ത് കരയുന്നു. എൻ്റെ റബ്ബേ, ഈ എൻ്റെ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പോവുകയാണല്ലോ പൊന്നേ. ഹൃദയം പൊട്ടിയുള്ള പരിഭവം. ദേവ ഉമ്മയ്ക്കരികിൽ നിലത്തിരുന്നു. പള്ളി അധികാരികളെയും മതമേധാവികളെയും സമീപിച്ച് നബീസുമ്മ കാല് പിടിച്ചതാണ്. മാപ്പ് അപേക്ഷിച്ച് പിഴ കെട്ടിയതാണ്. എൻ്റെ മോനെ ഒരു ഇസ്ലാമായിട്ട് മയ്യത്താവാനെങ്കിലും സമ്മതിക്കണേ. എന്നിട്ടും അവരുടെ കുടിലിൻ്റെ മുറ്റത്ത് ഒരു ചാവാലി നായി മാത്രമാണ് തുണ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പാടിയ കവിക്ക് തെറ്റിയില്ലേ? ദേവ ഓർത്തു. നഗരങ്ങൾക്ക് സഹാനുഭൂതിയും വികാരപരതയും ഇല്ലെന്ന് പഠിക്കുന്നവർ നമ്മുടെ ഗ്രാമങ്ങളുടെ ക്രൂരത അറിയാത്തവരല്ലേ? തിരക്കിൽ പായുന്ന നാഗരികന് അന്യദുഃഖം കണ്ടാൽ തിരിഞ്ഞു നിൽക്കാനോ ആശ്വസിപ്പിക്കാനോ സമയവും മനസ്സുമില്ലായിരിക്കാം. എന്നാൽ സങ്കുചിതവും യഥാസ്ഥിതികവും മുൻവിധികൾക്ക് അധീനവുമായ ഗ്രാമഹൃദയമോ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അളക്കാൻ ഭൂതക്കണ്ണാടിയും കണ്ണോട് ചേർത്ത് കാത്തിരിക്കുന്നവരുടെ ലോകം. തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും പ്രതീക്ഷകൾക്കും എതിരായി ചിന്തിക്കുന്നവരെ, തങ്ങൾക്ക് അപരിചിതമായ വഴികൾ തിരഞ്ഞെടുത്ത് ചരിക്കുന്നവരെ അവർ പല്ലും നഖവും ഉപയോഗിച്ചെതിർക്കും, കടിച്ചു കീറും, ഒറ്റപ്പെടുത്തും, ഇല്ലാതാക്കും. നാഗരികന് അതിനൊന്നും നേരമില്ല. ഗ്രാമത്തിൻ്റെ മനോവൈകല്യം നിമിത്തം ഒരിക്കൽ തൻ്റെ ഇല്ലത്തിന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ ദേവയെ ഓർത്തു. ഇപ്പോൾ ഷമീറിൻ്റെ കുടുംബമാണ് അത് അനുഭവിക്കുന്നത്. പാവം ഷമീർ. അവൾ അവൻ്റെ മുടിയിൽ തലോടി. ആ അടഞ്ഞ കണ്ണുകളിൽ നീർമുത്തുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. പാവം, ഈ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം എന്താണ്? അവനെ ശിക്ഷിക്കുന്നവർ, ഒറ്റപ്പെടുത്തുന്നവർ അത് ചിന്തിച്ചിട്ടുണ്ടോ? മരിക്കാൻ പുറപ്പെടുന്ന അവന് ഖബറിനുള്ള അവകാശം പോലുമില്ല. അവൻ്റെ ഉമ്മയ്ക്ക് മതത്തിൻ്റെയോ മനുഷ്യൻ്റെയോ സാന്ത്വനവുമില്ല.
ഈ ഭൂമിയിൽ നിന്ന് ഭൂതതയും കരുണയും എന്നേക്കുമായും നഷ്ടമായോ? ദേവ സ്വയം ചോദിച്ചു. എത്ര ശ്രമിച്ചിട്ടും നബീസുമ്മയെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സന്ധ്യയ്ക്കാണ് അവൾ തിരിച്ചു പോന്നത്. അടുത്ത പ്രഭാതം ഉണർന്നത് മനുഷ്യൻ്റെ കാപട്യത്തിൻ്റെയും പൊള്ളത്തരത്തിൻ്റെയും ചെകിട്ടത്തടിക്കുന്ന ഒരു വാർത്തയുമായാണ്. നോവൽ തുടരും.